2024 ഏപ്രിൽ 23 തീയതി PSC നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ശരിയായ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഹോം. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എന്താണ്? ഹി ഹാസ് ലെഫ്റ്റ് ഹിസ്. ഇപ്പം നമുക്കറിയാം, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് വരണം? സഹായക്രിയ വരണം. ആദ്യം ഓക്സിലറി വെർബ് വരണം. എന്നിട്ട് അതിനുശേഷം പോസിറ്റീവോ നെഗറ്റീവോ നമ്മൾ ആഡ് ചെയ്യാം. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആഡ് ചെയ്തിട്ട് ദെൻ പ്രൊനൗൺ ഓഫ് ദ സബ്ജക്റ്റ്. പ്രൊനൗൺ ഓഫ് ദ സബ്ജക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ സഹായക്രിയ ഏതാ? ഹാസ് ആണ്. അപ്പോൾ നമുക്ക് ഹാസ് എഴുതാം. ഹാസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആഡ് ചെയ്യണം. അതെന്തിനെ ആശ്രയിച്ചാ? ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ ആശ്രയിച്ച. ഈ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആഡ് ചെയ്യണം, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആഡ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് വേർഡ്സിനെ സൂചിപ്പിക്കുന്ന വാക്കുകളൊന്നും ഇല്ല. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ടാഗിന്റെ കൂടെ ഇൻറ്റ്, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോട്ടിന്റെ വീക്ക് ഫോമായ ഇൻറ്റ് ചേർക്കുക. എന്നിട്ട് അതിനുശേഷം ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കുക. എന്നിട്ട് അതിന്റെ പ്രൊനൗൺ എഴുതുക. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഹി ആണ്. ഹി എന്ന് പറയുന്നത് പ്രൊനൗൺ ഫോമിൽ തന്നെയാണ്. സോ നമുക്ക് ഹി എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഹാസ് ഇൻ ഹി. അങ്ങനെ ഹാസ് ഇൻ ഹി എന്ന് വന്നിരിക്കുന്നത് ഏതാ? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ, ഹാസ് ഇൻ ഹി. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഗിവൺ സെന്റൻസ്. ഷീ ടീച്ചസ് ദ ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് അല്ലെ, ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വൺ വേർഡ് എന്താ? ഇതായിരിക്കും കാലിഗ്രാഫിയാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. കൊറിയോഗ്രാഫി നമുക്കറിയാം, സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ കൊറിയോഗ്രാഫി. അതുപോലെ തന്നെ ഡെമോഗ്രഫി നമുക്കറിയാം. അപ്പോൾ ഇവിടെ ചോദ്യം ഈ പറയുന്ന ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആണ്. എന്താണ്? കാലിഗ്രാഫിയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്ലൂറൽ ഓഫ് ഡോട്ടർ ഇൻ ലോ? ഇത് പലർക്കും തെറ്റാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പലരും എന്ത് ചെയ്യും? എസ് ഏറ്റവും അവസാനം എഴുതും. അതായത് ലായുടെ കൂടെ എസ് ചേർത്ത് ഇൻ ലോസ് എന്നാക്കും. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇൻ ലോസ് എന്ന് പറയും. ഇത്രയും വെച്ച് നമ്മൾ പറയും ഇൻ ലോസ്. പക്ഷേ അതിന് മുന്നിൽ ഇതുപോലെ ഡാറ്റർ, സിസ്റ്റർ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതായിരിക്കണം എന്താക്കേണ്ടത്? പ്ലൂറൽ ആക്കേണ്ടത്. ഇപ്പൊ ഡോട്ടേഴ്സ് ഇൻ ലോ, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഇൻ ലോ, അതുപോലെ തന്നെ മദേഴ്സ് ഇൻ ലോ, അതുപോലെ തന്നെ ഫാദേഴ്സ് ഇൻ ലോ. ഇതാണ് നമ്മൾ പ്ലൂറലിലേക്ക് മാറ്റേണ്ടത്. അപ്പൊ അതിൽ ഡോട്ടേഴ്സ് എന്ന് വന്നിരിക്കുന്ന ഏതാ? നോക്കുമ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? ഈ തന്നിരിക്കുന്നത് ഏത് വേർഡാണ് ശരിയായ സ്പെല്ലിംഗിൽ കൊടുത്തിരിക്കുന്നതാണ് ചോദ്യം. ട്രാൻസിയന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് നമുക്കറിയേണ്ടത്. നമുക്കതിന്റെ മീനിങ് അറിയാം. എന്താണ്? നൈമിഷികം എന്നർത്ഥമില്ല, ടെമ്പററി എന്നൊക്കെയാണ് ട്രാൻസിയന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ശരിയായ സ്പെല്ലിംഗ് എങ്ങനെയാണ്? നമുക്കറിയാം, ട്രാൻ. ട്രാൻ എന്ന് പറയുന്നത് TRAN വരും. ഇവിടെയും TRAN ഉണ്ട്, ഇവിടെയും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ട്രെൻ എന്നാണ് വന്നിരിക്കുന്നത്, ഇവിടെയും ട്രെൻ എന്നാണ് വന്നിരിക്കുന്നത്. അത് തെറ്റ. അപ്പൊ ഡിയും സിയും നമുക്ക് കളയാം. അപ്പൊ ട്രാൻ എന്നാണ് വരുന്നത്. സിയന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? SIENT. ഇവിടെ ഒരു സി അഡീഷണൽ ആയി വന്നു, അത് പാടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ TRANSIENT, ട്രാൻസിയന്റ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നോക്കുക, ദോസ് സ്പെക്ടക്കിൾസ് ഡാഷ് ഓഫ് നോ യൂസ് ടു മീ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും വരിക? ഈസ് ആണോ, ആമാണോ, ആറാണോ വരുന്നത്? നമുക്കറിയാം സ്പെക്ടക്കിൾസ് അല്ലെ. ചില വാക്കുകൾ എല്ലായ്പ്പോഴും പ്ലൂറലാവുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ നമ്മൾ എന്താണ് വരേണ്ടത്? ഇവിടെ അതുപോലൊരു വാക്കാണ് ഈ സ്പെക്ടക്കിൾസ്. സ്പെക്ടക്കിൾസ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും? പ്ലൂറലായിട്ടായിരിക്കും നമുക്ക്
മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് നമുക്ക് പ്ലൂറൽ ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ പ്ലൂറൽ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? ആ ഈസ് ആണോ, ആണോ, ആറാണോ? ഏതായിരിക്കും മനസ്സിലാക്കേണ്ട കാര്യം? ഇവിടെ ആറാണ് എന്ത് വന്നിരിക്കുന്നത്, പ്ലൂറലായിട്ട് വന്നിരിക്കുന്നത്. ആറേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ആറാണ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പം those spectacles are of no use to me എന്നതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് കാർഡിയം. കാർഡിയം എന്ന് പറയുന്ന, കാർപ്പേഡിയം എന്ന് പറയുന്ന ഈ പറയുന്ന ഫോറിൻ ഫ്രേസിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? സീസ് ദ ഡേ അല്ലെങ്കിൽ എൻജോയ് ദ പ്രസന്റ് ഡേ എന്നുള്ള കറക്റ്റ്. എൻജോയ് ദ പ്രസന്റ്, ഇതാണ് ശരിയായിട്ടുള്ള. ഇനി അടുത്തത്, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പാസീവ് വോയിസ് ഫോർ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ദ പോസ്റ്റ്മാൻ ഹാസ് ഡെലിവേർഡ് ദ ലെറ്റർ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാസീവ് വോയിസിലേക്ക് മാറ്റാണ്. പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ആക്റ്റീവ് വോയിസിന്റെ പ്രത്യേകത എന്താ? അതെന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? സബ്ജക്റ്റിന് പ്രാധാന്യം. അല്ലെ, അതെന്ത് ചെയ്യുന്നു? സബ്ജക്റ്റിന് പ്രാധാന്യം. അപ്പൊ പാസീവ് വോയിസ് എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക? ഒബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം. അതിനകത്ത് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ തന്നിരിക്കുന്നത് ഒബ്ജക്റ്റ് ഏത് നോക്കുമ്പോൾ ദ പോസ്റ്റ്മാൻ ആണ് ഇവിടെ എന്ത്? സബ്ജക്റ്റ്. ഹാസ് ഡെലിവേർഡ് എന്ന് പറഞ്ഞ ഇവിടുത്തെ വെർബ്. ദ ലെറ്റർ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ ദ ലെറ്റർ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങണം, അതാണ് ഒബ്ജക്റ്റ്. അങ്ങനെ ദ ലെറ്റർ എന്നാണ് ഇവിടെ എല്ലാം തുടങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്തരത്തിൽ ഹാസ് ഡെലിവേർഡ്, അതായത് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. നമ്മുടെ ആക്റ്റീവ് വോയിസിലെ വെർബ് ഫോം ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാസ് ആണെങ്കിൽ അതിന്റെ ഹാസിന്റെയും V3 ഇടയ്ക്ക് ഒരു ബീൻ ചേർക്കണം. ഈ ഹാവ് ആണ്, ഹാവ് പ്ലസ് V3 ആണെങ്കിൽ ഹാവിന്റെയും V3 ഇടയ്ക്ക് ഒരു ബീൻ ചേർക്കണം. ഹാഡ് ആണെങ്കിൽ ഹാഡിന്റെ V3 ഇടയ്ക്ക് ബീൻ ചേർക്കണം. അതായത് ഹാസ് ഡെലിവേർഡ് ആണെങ്കിൽ ഹാസ് ബീൻ ഡെലിവേർഡ് എന്നാക്കണം. ഹാവ് ഡെലിവേർഡ് ആണെങ്കിൽ ഹാവ് ബീൻ ഡെലിവേർഡ് എന്നാക്കണം. ഹാഡ് ഡെലിവേർഡ് ആണെങ്കിൽ ഹാഡ് ബീൻ ഡെലിവേർഡ് എന്നാക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹാസ് ഓർ ഹാവ് എന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്തിനെ കൂടെ പരിഗണിക്കണം? ഒബ്ജക്റ്റിനെ പരിഗണിച്ച് വേണം എഴുതാൻ. ചിലപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, അത് ലെറ്റേഴ്സ് എന്നാണെങ്കിൽ നമുക്ക് ഹാസ് പറ്റത്തില്ല, നമ്മൾ ഹാവ് എന്നെ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഒബ്ജക്റ്റിന്റെ നമ്പേഴ്സും കൂടെ നോക്കി വേണം എഴുതാൻ. ഇവിടുത്തെ ലെറ്ററും ഇത് പോസ്റ്റ്മാൻ സിംഗുലർ തന്നെ ആയതുകൊണ്ട്, സബ്ജക്റ്റും ഒബ്ജക്റ്റും സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഹാസിനെ മാറ്റണ്ട, ഹാസ് തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബീൻ, ഈ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ബീൻ വരണം, ഹാസ് ബീൻ. അപ്പൊ ദ ലെറ്റർ ഹാസ് ബീൻ ഡെലിവേർഡ്. അങ്ങനെ വന്നിരിക്കുന്ന നോക്കുക, ഈസ് ബീങ് വന്നിരിക്കുന്നത് തെറ്റാണ്, വാസ് ബീങ് ആണ് വന്നിരിക്കുന്നത് തെറ്റാണ്, അല്ല ഹാസ് ബീൻ ഉണ്ട് ഇവിടെ, ഹാസ് ബീൻ. ഇവിടെ പക്ഷെ ഹാവ് ബീൻ വന്നിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, ദ ലെറ്റർ സിംഗിൾ ആയതുകൊണ്ട് നമുക്ക് ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ല. സോ അതിനെ കളയാം. ഇത്ര ആയപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടി. സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അതാണ് ദ ലെറ്റർ ഹാസ് ബീൻ ഡെലിവേർഡ് ബൈ ദ പോസ്റ്റ്മാൻ. അല്ലേ, അപ്പൊ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. The letter has been delivered by the postman. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ ആന്റണിം ഫോർ കിൻഡൽ? കിൻഡൽ എന്ന് പറയുന്നതിന്റെ ആന്റണിം എന്താണ്? കിൻഡൽ എന്ന് വെച്ചാൽ എന്താ? ഫയർ, അല്ലെങ്കിൽ കത്തിക്കുക, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ അർത്ഥമില്ല കിൻഡൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ഉണർത്തുക എന്നൊക്കെയാണ് കിൻഡൽ. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ? അണയ്ക്കുക.
അപ്പോൾ അണയ്ക്കുക എന്ന് പറയുമ്പോൾ എക്സ്റ്റിങ്ക്വിഷ് ആണ്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ദ സിംഗർ ഈസ് ലീവിംഗ് ഫോർ ഇംഗ്ലണ്ട് ടുമോറോ സെഡ് ദ പി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഭാഗത്ത് നമുക്ക് എന്തെന്ന് പറയാം, റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ നമ്മൾ സെഡ് ദാറ്റ് എന്ന് എഴുതിയാൽ മതി. അതാണ് നിയമം. എന്നാൽ PSCയുടെ ഈ ഇടയ്ക്കുള്ള ആൻസർ കീയിലും അതുപോലെ ക്വസ്റ്റ്യനിലൊക്കെ ഇത്തരത്തിലുള്ള തെറ്റുകൾ വരാറുണ്ട്. ഇത് നമുക്ക് ടോൾ ദാറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. ടോൾ ദാറ്റ് എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഒബ്ജക്റ്റ് വേണം. PA ടോൾഡ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ദാറ്റ് ആണ് വരേണ്ടത്. ഓക്കെ, സെഡ് ദാറ്റ് എന്ന് മതി. ഇവിടെ എപ്പോഴും ടോൾ ദാറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് PSCയുടെ മിസ്റ്റേക്കാണ്. സോ അത് നമുക്ക് കളയാം. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ദ സിംഗർ തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ എപ്പോഴും ഒരു മാറ്റവും വരുത്തില്ല, അത് തന്നെയായിരിക്കും ദ സിംഗർ. ഇനി ഈസ് ലീവിംഗ് എന്നാണ് നിൽക്കുന്നത്. ഈസ് എന്താവണം, വാസ് ആവണം. കാരണം ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട്, സെഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആയതുകൊണ്ട് ഈസിനെ വാസ് ആക്കണം. അപ്പം അങ്ങനെ പറയാം, ദ സിംഗർ വാസ് ലീവിംഗ്. അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ, വാസ് ലീവിംഗ് ഫോർ ഇംഗ്ലണ്ട് ടുമോറോ എന്താവണം, ദ നെക്സ്റ്റ് ഡേ എന്നാണ്. ദ നെക്സ്റ്റ് ഡേ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഇവിടെ ടുമോറോ എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. നമ്മുടെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതാണ് the PA told that the singer was leaving for England next day. ഇതാണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയറ്റ് ഫെമിനൈൻ ഫോം ഓഫ് ബെയർ. ബെയർ എന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ട് എന്നാണ്. അപ്പോൾ ബോയ് ഫ്രണ്ടിന്റെ ഓപ്പോസിറ്റ് ഗേൾ ഫ്രണ്ടാണ്. സോ അപ്പോൾ ഗേൾ ഫ്രണ്ട് എന്ന് അർത്ഥം വരുന്ന ഏതാനകത്ത് ബെല്ലയാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ബക്കും ഹാർട്ട് എന്ന് വെച്ചാൽ ഡിയർ എന്നാണ് അർത്ഥം. ഡിയർ. ലാസ്റ്റ് നമുക്കറിയാലോ, ലാഡും ലാസും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ബെല്ലെ എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം ഈ ചോദ്യ പേപ്പറിൽ ഈ 10 ചോദ്യങ്ങളാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നടക്കാൻ പോകുന്ന നമ്മുടെ LDC അതുപോലെ LPP എക്സാമിന് വേണ്ടി നമ്മുടെ ഓൺലൈൻ കോഴ്സ് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.